ഞാൻ പഴങ്കഞ്ഞിയാണ് ഡെയിലി പഴങ്കഞ്ഞിയിൽ ഒരു ബാക്ടീരിയ ഉണ്ടാവും, അതിൽ കുറച്ച് ഫംഗസും വേണമെങ്കിൽ ഉണ്ടാവും. അപ്പൊ അത് ഏത് പാത്രത്തിലാണോ വെച്ച് പഴങ്കഞ്ഞി ഒന്നും തെറ്റിദ്ധരിച്ചല്ലോ. വളരെ നല്ല പ്രോബയോട്ടിക് തന്നെയാണ് പഴങ്കഞ്ഞി, വളരെ നല്ല പ്രോബയോട്ടിക് തന്നെയാണ് കേട്, യോഗർട്ട് ഒക്കെ നല്ല. പക്ഷെ പുളിച്ച തൈരൊന്നും ഉപയോഗിക്കരുത്. പലരും പുളിച്ച തൈരൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. അതൊക്കെ അൾസർ വരെ ഉണ്ടാക്കുന്നുണ്ട്, അസിഡിറ്റി കൂട്ടുന്നുണ്ട്. നമ്മളെപ്പോഴും പ്രോബയോട്ടിക് ഞാൻ തൈര് കഴിക്കുന്നുണ്ട്. ഈ തൈര് കഴിച്ചുകൊണ്ട് മാത്രം പ്രോബയോട്ടിക് കിട്ടുന്നില്ല. തൈരിൽ ഒരു പ്രോബയോട്ടിക് കാണും, പക്ഷെ അത് ചിലപ്പോൾ നമ്മുടെ വയറ്റിനകത്ത് ഉണ്ടാവും. പുളിച്ച തൈര് ഉപയോഗിക്കരുത്. പുളിച്ച തൈരൊന്നും ഉപയോഗിക്കാൻ പാടില്ല. തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ പുളിപ്പില്ലാത്ത തൈര് മാത്രമേ ഉപയോഗിക്കൂ. പുളിച്ചത് ഉപയോഗിച്ചാൽ എന്താ പറ്റുക? അത് വീണ്ടും ഈ ഇഷ്യൂസ് കൂട്ടത്തേ ഉള്ളൂ. അതൊക്കെ ബാഡ് മൈക്രോബ്സിനെയാണ് വെറുതെ നമ്മൾ കൊളനൈസ് ചെയ്ത് വരുന്നത്. പലപ്പോഴും അതാണ്. പുളിപ്പിക്കുന്നത് ബാക്ടീരിയ അല്ലേ? ആ പുളിച്ചത് മാത്രമേ, അത് കൂടുതൽ പുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അൺവാണ്ടഡ് ആയി എല്ലാ ബാക്ടീരിയാസും ഗുണമല്ല. ഈ ഒരുപാട് നല്ല ബാക്ടീരിയാസ് മോശമായി. ഒരുപാട് പൊളിച്ചിട്ട് ഫെർമെന്റഡ് ആയിട്ടുള്ള പല ബാക്ടീരിയാസും നമുക്ക് അൺവാണ്ടഡ് ആണ്. പല ഡിസീസസിന്റെ ബേസിക് ആയിട്ട് ഞാൻ കാണുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ഒക്കെ കോളനിയിൽ ഇങ്ങനെ പെറ്റുവരികയാണ് ഇവരുടെ. ആ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് അവരിൽ ഉണ്ടാക്കുന്ന ഇഷ്യൂസ് മാസീവാണ്.